രണ്ടും കൽപ്പിച്ചാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഒരു ഭാഗത്ത് പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിക്കാനുള്ള നീക്കം, മറുഭാഗത്ത് അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്നുള്ള പിന്മാറ്റം. വെനസ്വേലയിൽ അമേരിക്ക നടത്തിയ അതിക്രമത്തിന് പിന്നാലെ 60-ലേറെ അന്താരാഷ്ട്ര സംഘടനകളിലെ അംഗത്വത്തിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ് ട്രംപ് ഭരണകൂടം. അമേരിക്കൻ താൽപര്യങ്ങൾക്ക് വഴങ്ങുന്നില്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് UN സംഘടനകൾ ഉൾപ്പെടെയുള്ളവയിൽ നിന്നുള്ള പിന്മാറ്റം. അമേരിക്കയുടെ താൽപര്യങ്ങൾക്ക് അനുസരിച്ചല്ല പ്രവർത്തനമെന്ന് ആരോപിച്ച് 66 ആഗോള സംഘടനകളിൽ നിന്നാണ് ട്രംപ് ഭരണകൂടം പിന്മാറുന്നത്. ബുധനാഴ്ച വൈറ്റ് ഹൗസ് പുറത്തിറക്കിയ മെമ്മോറാണ്ടം അനുസരിച്ച് പിൻവാങ്ങുന്ന സംഘടനകളിൽ 31 എണ്ണം UN കീഴിലുള്ളവയാണ്, 35 എണ്ണം UN ഇതര സംഘടനകളും. രണ്ടാം തവണ ട്രംപ് അധികാരമേറ്റതിന് പിന്നാലെ അമേരിക്ക പല ആഗോള സംഘടനകൾക്കും അനാവശ്യമായി പണം നൽകുന്നുവെന്ന് അവകാശപ്പെട്ടിരുന്നു. അത് വാങ്ങുന്ന സംഘടനകൾക്കാകട്ടെ അമേരിക്കയുടേതിൽ നിന്ന് വ്യത്യസ്തമായ ആഗോള അജണ്ടയാണുള്ളതെന്നും ട്രംപ് വാദമുയർത്തിയിരുന്നു. ചൈനയാണ് ഈ സംഘടനകൾ പിന്താങ്ങുന്നത് എന്നൊക്കെയായിരുന്നു ആരോപണങ്ങൾ. പിന്നാലെ 2025 ജനുവരിയിൽ ട്രംപ് ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. USAID ഉൾപ്പെടെയുള്ള ധനസഹായ പദ്ധതികളും മരവിപ്പിച്ചിരുന്നു. നിലവിലെ പിന്മാറ്റത്തിലും ആഗോള അജണ്ട എന്ന കാരണം ട്രംപ് ഉന്നയിക്കുന്നുണ്ട്. ഈ സംഘടനകൾക്ക് പണം നൽകുന്നത് ഉൾപ്പെടെ നിർത്തുന്നതോടെ അമേരിക്കൻ പൗരന്മാർ നൽകുന്ന നികുതി കൂടുതൽ പ്രസക്തമായ വിഷയങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനാകുമെന്നാണ് ട്രംപ് പറയുന്നത്. കേവലം ഒരു പിന്മാറ്റം എന്നതിനേക്കാൾ സംഘടനകൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന സംഭാവനകളുടെ വലിയൊരു ശതമാനം ഒറ്റയടിക്ക് നിർത്തലാക്കുന്നു എന്നതാണ് ഏറെ ആശങ്ക ഉളവാക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ പ്രവർത്തനങ്ങൾക്കായി കൂടുതൽ പണം സംഭാവന നൽകുന്ന രാജ്യമാണ് അമേരിക്ക. അവർ തന്നെ ഫണ്ടിംഗ് അവസാനിപ്പിക്കുന്നത് ലോകത്താകമാനം നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെയെല്ലാം പ്രതിസന്ധിയിലാക്കും. അന്താരാഷ്ട്ര സ്ഥാപനങ്ങളോട് ദീർഘകാലമായി ട്രംപ് പുലർത്തുന്ന വിമുഖതയുടെ ഫലം കൂടിയാണ് ഈ നീക്കമെന്നാണ് കരുതപ്പെടുന്നത്.